ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു റീല് കൊണ്ട് തലവര മാറിപ്പോയ ഒരു കൊച്ചു മിടുക്കനാണ്, ഒരു വലിയ പാട്ടുകാരനാണ് അഹമ്മദ് നജാത്ത്. ഒരു വൈറലായ സ്റ്റോറി ഉണ്ട്, നമുക്ക് കുറെ നാൾ മുന്നേ തന്നെ അറിയാം, കേട്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ആ പാട്ട് തന്നെ എല്ലായിടത്തും പോയാലും ആദ്യം പാടിപ്പിക്കാന്ന് പറയാം. അതൊന്നും തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പാടാവോ? പാടി പിന്നെ കൊണ്ടൊന്നും മൊത്തം പാട്ടാണ്. കാരുണ്യമേഘങ്ങൾ തഴുകുന്നുവോ, കനവായി പൊഴിയുന്നുവോ. ആദ്യത്തെ ആ പാട്ടെന്റെ വൈറലായോ? പാട്ട് പാടാൻ കുഞ്ഞിലെ തൊട്ട് ഇഷ്ടമായിരുന്നു. ഇത്തയാണ് കുറെ വീഡിയോ ഒക്കെ എടുത്ത് തന്നായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. ഹനാൻഷയാണ്. ഞാൻ കുറെ കമന്റ് കണ്ടു, പാട്ട് പാടിയിട്ട് എക്സാം പാസ്സാവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിള്ളേര്. എന്താണ് പണ്ട് എന്നെ ആ പാട്ടടിക്ക് ഈ പാട്ടടിക്കുന്നതൊക്കെ നിർത്തിയിട്ട് വീഡിയോ എടുത്ത് തരും, ഡ്രസ്സൊക്കെ വിളിച്ച് ഇങ്ങോട്ടേക്ക്. കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ എന്നെ സെലക്ഷന് വിളിച്ചില്ല, വലിയ താല്പര്യം ഉണ്ടായില്ല, അങ്ങനെ പോയി. പക്ഷെ പങ്കെടുത്ത് വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ പങ്കെടുത്തു. സ്വന്തമായിട്ട് എപ്പോഴും എഴുതി തുടങ്ങുന്നത് പാട്ടൊക്കെ? ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ആരാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സിംഗർ? ഞങ്ങളെ ഫാമിലിയിൽ മിക്കവരും പാടും. ഫാമിലി ആയിട്ട് ഫുൾ സംഗീതം മൂടാണ്. ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, എല്ലാവരും കുറേ പോസിറ്റീവ് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് കാണാൻ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും നെഗറ്റീവ് കണ്ടുപിടിച്ച് വരുന്നത്. അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് മെസ്സേജോ നെഗറ്റീവ് കമന്റോ വന്നിട്ടുണ്ടോ? ആ ടൈമിൽ എനിക്ക് 383 ഫോളോവേഴ്സ് ആയിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അപ്പൊ അന്ന് 383 ഫോളോവേഴ്സ് ഉണ്ടായുള്ളൂ. എന്നാൽ ഞങ്ങൾക്കത് വലുതായിരുന്നു. ഹലോ, ഹായ് എവരിവൺ, ദ സൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു റീല് കൊണ്ട് തലവര മാറിപ്പോയ ഒരു കൊച്ചു മിടുക്കനാണ്, ഒരു വലിയ പാട്ടുകാരനാണ് അഹമ്മദ് നജാത്ത്. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹായ്. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 10th. ഒരു വൈറലായ സ്റ്റോറി ഉണ്ട്, നമുക്ക് കുറെ നാൾ മുന്നേ തന്നെ അറിയാം, കേട്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ആ പാട്ട് തന്നെ എല്ലായിടത്തും പോയാലും ആദ്യം പാടിപ്പിക്കാന്ന് പറയാം. അതൊന്നും തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പാടാവോ? കാരുണ്യമേഘങ്ങൾ തഴുകുന്നുവോ, കനവായി പൊഴിയുന്നുവോ. നീ എൻ സിരയാവണം, പ്രേമം നിനമാവണം, വർണ്ണപ്പൂമ്പാറ്റകൾ പോലെ നാം പാറണം. വീണ്ടും ജന്മങ്ങളിൽ നീ എന്നിണയാവണം, നിന്റെ ഇടനെഞ്ചിൻ കൂട്ടിൽ ഞാൻ കിളിയാവണം. എന്നുയിരിന്നുയിരായി നീയും, നിന്നുടലിൻ പാതി ഞാനും, എൻ ഹൃദയം പിടയും വരെയും നിൻ പ്രണയം ഞാൻ തിരയും. മെഹബൂബ मैं तेरी महबूबा, महबूबा मैं तेरी महबूबा, महबूबा मैं तेरी महबूबा, महबूबा मैं तेरी महबूबा. അടിപൊളി, ഒരു രക്ഷയില്ല, സൗണ്ട് നല്ല രസമുണ്ട്. ഈ പാട്ടിലെ ഒരു കല്യാണത്തിന് എന്തോ പാടിയതല്ലായിരുന്നോ? കല്യാണത്തിന് ഇതിനു മുന്നേ, ഇത് വൈറലാവുന്നതിന് മുന്നേ വേറെ കല്യാണത്തിനൊക്കെ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നോ? കല്യാണത്തിന് എന്ന് പറയുമ്പോ അങ്ങനെ പാടിക്കൊന്നുമില്ല, അങ്ങനെ എല്ലാരും കൂടി നിർബന്ധിച്ചപ്പോ അങ്ങനെ പാടിയാണ് കല്യാണത്തിന്. ആദ്യത്തെ ആ പാട്ടെന്റെ വൈറലായോ? പാടിയിരുന്നു പണ്ടേ, വീട്ടിലും ഇങ്ങനെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവും, വെറുതെ അങ്ങനെ പാടും, അങ്ങനെ പാടാറില്ല. അപ്പൊ ഈ പാട്ട് തന്നെ അവിടെ പോയി പാടാൻ എന്തേ, ഇതായിരുന്നു അന്നത്തെ ഫേവറേറ്റ്? പാട്ട് ഇറങ്ങിയ ടൈമിൽ ജസ്റ്റ് കേട്ടപ്പോ ഇഷ്ടമായി, അങ്ങനെ പഠിച്ച് അങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ പാടി. ഇപ്പൊ പാട്ട് പഠിക്കുന്നുണ്ടാ? ഇപ്പൊ മ്യൂസിക് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ? ക്ലാസ് പോയിട്ടുണ്ട്. എന്താ സ്ഥിരമായിട്ട് പോയി തുടങ്ങാത്തെ? അല്ല, മാസത്തില് ഒരിക്കലും അങ്ങനെ ക്ലാസ് ഉണ്ടാവാറ്. ഇപ്പൊ പോലെ കുറച്ച് കുറവാണ്, സ്കൂളും 10th. ഞാൻ കുറെ കമന്റ് കണ്ടു, പാട്ട് പാടിയിട്ട് എക്സാം പാസ്സാവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിള്ളേര്. എന്താണ് സ്കൂളിലെ വിശേഷമൊക്കെ? എന്താ സ്കൂളിൽ ഇപ്പൊ സ്റ്റാർ ആണോ? സ്കൂളില് കുഴപ്പമില്ല. ഞാൻ 7 പഠിക്കുമ്പോ അവിടെ ഭയങ്കര അംഗീകാരമായിരുന്നു.
അത് കഴിഞ്ഞ് സ്കൂള് ചേഞ്ച് ചെയ്തോ? ആ സ്കൂള് മാറിയപ്പോ 8th സ്കൂള് മാറിയപ്പോ ഹൈസ്കൂളിൽ കഴിയും. ഇപ്പൊ തൃശ്ശൂരിലെ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ സ്കൂളാണ് മതിലകം. ഏത് UP സ്കൂളാ അതോ ഇപ്പൊ അല്ല, പഠിക്കുന്ന? ഇപ്പൊ പഠിക്കണം HS. അപ്പൊ അങ്ങനെ അവിടെ വല്ലാണ്ടൊരു ഇതൊന്നുമില്ല, പക്ഷെ എന്നാലും കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത് കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകണം. ഇപ്രാവശ്യത്തെ ആർട്സ് കഴിഞ്ഞില്ലേ? ഉപജില്ല ഓക്കെ, സ്കൂളിലെ കഴിഞ്ഞോ? ആ സ്കൂളിൽ കഴിഞ്ഞു. അവിടെ എന്തിനൊക്കെ പങ്കെടുത്തു? ഞാനീ അറബി ഗാനം, ഗസല്, പിന്നെന്തായിരുന്നു, ഇപ്പൊ ഇനി ഉപജില്ലക്ക് വേണ്ടി പദ്യം പാടുന്നുണ്ട്, പിന്നെ അറബനമുട്ട്. ഞാൻ അധികം പങ്കെടുക്കാത്തൊരു ഐറ്റാണ് അറബനമുട്ട്. പക്ഷേ കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ എന്നെ സെലക്ഷന് വിളിച്ച്. അപ്പം എനിക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല, അങ്ങനെ പോയി. പക്ഷെ പങ്കെടുത്ത് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ പങ്കെടുത്ത്. പാട്ട് പാടാൻ കുഞ്ഞിലെ തൊട്ട് ഇഷ്ടമായിരുന്നു? ഇഷ്ടമായിരുന്നു, പാടിയിരുന്നു. ഇങ്ങനെ ഞങ്ങളെ ഫാമിലിയിൽ മിക്കവരും പാടും. കൊച്ചാപ്പ, 2 കൊച്ചാപ്പാര്, വാപ്പ, അങ്ങനെ കുറെ പേര് പാടും. അപ്പൊ ഫാമിലി ആയിട്ട് ഫുൾ സംഗീതം മൂടാണ്. ഇത്തയാണ് കൊറേ വീഡിയോ ഒക്കെ എടുത്ത് തന്നായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. ഇത്ത പണ്ട് എന്നെ ആ പാട്ട് അടിക്കും ഈ പാട്ട് അടിക്കുന്ന പറഞ്ഞിട്ട് നിർത്തിയിട്ട് വീഡിയോ എടുത്ത് തരും. ഡ്രസ്സൊക്കെ ഇടിച്ച് മുട്ടേക്ക് ഇരി. ഏത് ഡിഫറൻസ് ഉണ്ടോ രണ്ടായിരം തമ്മില്? ഇത്ത ഇപ്പൊ 25 തോന്നുന്നു. ഒരു മോനുണ്ട്. അങ്ങനെ കൊറേ പാട്ട് ഇങ്ങനെ എടുത്ത് കൊണ്ടിരുന്ന് കൊറേ പാട്ടിട്ട് ആഗ്രഹമായിരുന്നു വൈറലാവണം. അങ്ങനെ ആ ടൈമിൽ എനിക്ക് 383 ഫോളോവേഴ്സ് ആയിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. ആ ടൈമിൽ ഇത്ത പഠിക്കാൻ പോയി, ഒപ്റ്റോമെട്രി പഠിക്കാൻ പോയി തിരുനെല്ലിയിൽ. അപ്പം അങ്ങനെ റീലിടൽ കുറവായി. അങ്ങനെ ഈ കല്യാണത്തിന് പോയപ്പോൾ പാട്ട് പാടി, അങ്ങനെ ആ വീഡിയോ വൈറലായി. അങ്ങനെ ഫോളോവേഴ്സ് കയറി തുടങ്ങി. ആ ടൈമിൽ തന്നെ എൻ്റെ അക്കൗണ്ട് പോയി അങ്ങനെ തന്നെ. അപ്പോൾ അന്ന് 383 ഫോളോവേഴ്സ് ഉണ്ടായുള്ളൂ. എന്നാലും ഞങ്ങൾക്കത് വലുതായിരുന്നു, അത്ര നാളുകൊണ്ട് ഉണ്ടാക്കിയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് വേറെ അക്കൗണ്ട് തുടങ്ങി. അങ്ങനെ അത് കയറി. പിന്നെ അതിന് ശേഷം ഓരേപ്പിയാന്ന് പറഞ്ഞ പാട്ട് വൈറലാണ്. അതിന് ശേഷം നല്ലോണം ആ ഒരൊറ്റ പാട്ടുകൊണ്ട് പിന്നെ ഫോളോവേഴ്സ് അത്യാവശ്യം നന്നായിട്ട് 50K ഫോളോവേഴ്സ് വന്നു. ഈ മെഹബൂബ പാടിയിട്ട് വൈറലായല്ലോ, ആ ടൈമിൽ തന്നെ കുറെ പേര് മെസ്സേജ് അയച്ചിട്ട് ID തപ്പി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് റിപ്പോർട്ടായി പോയോ? എങ്ങനെ പോയപ്പോൾ? അല്ല, അക്കൗണ്ട് അറിയില്ല എങ്ങനെയാണ് പോയ, ഏജ് റെസ്ട്രിക്ഷൻ എന്തോ സംഭവം. അങ്ങനെ പോയിട്ട് വീണ്ടും വേറെ പാട്ട് വൈറലായി. അങ്ങനെ വീണ്ടും പോകണം, എന്തോ ഒരു ഭാഗ്യത്തിന്. ആ പാട്ട് വൈറലാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? അത് ഒട്ടും അതിലെ ഓരോ പാട്ടില് ഒരു സ്വരങ്ങളുണ്ട്, കുറച്ച് പണിയാണത് പാടാൻ. അപ്പൊ ഇത്ത പറഞ്ഞു അത് പഠിച്ചോ, നീ ഇട്ടോ, നല്ല റീച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. കറക്റ്റ് ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു എന്ത് റീച്ച് ആവുന്നു. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇത് പറ്റൂല, ഭയങ്കര പണിയാണ്, പാടാൻ പറ്റൂല, കൊറേ പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. അങ്ങനെ പിന്നെ വാപ്പ പറഞ്ഞു ഇത് പിറ്റേ ദിവസം ഞാൻ വെറുതെ വീട്ടിരിക്കുന്നു. അപ്പൊ വാപ്പ പറഞ്ഞു ഈ പാട്ട് പഠിച്ചാൽ ഞാനൊരു സാധനം മേടിച്ചു. എന്നിട്ട് മേടിച്ചെന്നാ? അങ്ങനെ അതിരുന്ന് പഠിച്ച്, അതെങ്ങനെയോ പഠിച്ച്. താളൊന്നുമില്ലാത്ത ആ ഭാഗം താളം മനസ്സിലൊന്നും ആയില്ല. അപ്പം അങ്ങനെ കുറേ ഇരുന്ന് പഠിച്ച് റീലിട്ട് ഒരു ദിവസം സ്കൂളിൽ വന്നിട്ട് ഇത്തങ്ങനെ എടുത്തന്നു. അപ്പോൾ ഒരു ഫസ്റ്റ് ദിവസം തന്നെ എത്ര കണ്ട് 100K 500K അങ്ങാണ്ട് കയറി. ഒരു ദിവസം ഇങ്ങനെ റീഫ്രഷ് ചെയ്ത് നോക്കും, ഒരു രസമായിരുന്നു തന്നു. അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഇപ്പം ഏകദേശം 7.5 മില്യൺ ഉണ്ടായിരുന്നു, 7.5 അത്ര കണ്ടുണ്ട്. കുറച്ച് ടഫായിരുന്നെങ്കിലും അത് പഠിച്ച് പാടിയപ്പോ സെറ്റ് ആയില്ലേ? കേരളത്തിലല്ല, നോർത്ത് ഇന്ത്യയിലെ കണ്ടു അത്യാവശ്യം വൈറലായി. വേറെ ഹിന്ദി സൈഡ് അവിടെ നിന്നൊക്കെ കോള് വരെ ഫുള്ള്. അവിടെയും ഫാൻസായി, ചെക്കൻ കയറി വൈറലായി, ഒന്നും നോക്കാനില്ല. ആ പാട്ട് പാടാവോ? ഒരു പിയാ ഒരു പിയാ ഒരു പിയാ ഒരു പിയാ. കൊള്ളാം, എല്ലാ പാട്ടും ഇപ്പൊ സെറ്റ് ആയില്ല. ആദ്യം ഇങ്ങനെ ഇത് വൈറലായി കഴിഞ്ഞ് പിന്നെ പുറത്ത് മോനെ എവിടെയെങ്കിലും കാണുമ്പോ ചോദിക്കില്ലല്ലോ അവര്, ഇന്ന പാട്ട് പാടിത്തരൂ, ഈ പാട്ട് പാടിത്തരൂ എന്നൊക്കെ ചോദിക്കില്ലേ? ആ ടൈമില് ഓക്കെ ആയിരുന്നോ? പെട്ടെന്നൊരു പാട്ട് പറഞ്ഞ പാടിക്കൊടുക്കാനും എല്ലാറ്റിനും സെറ്റ് ആയിരുന്നു? എപ്പോഴും പാടുന്ന പാട്ട് മറ്റേ ആരാധികയാണ് പാടാറ്. ചോദിക്കുമ്പോ എനിക്ക് വേറെ ഒന്നും മനസ്സിൽ വരില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അമ്മ പാട്ട് പാടുന്നവർക്ക് ഒരു പാട്ട്
ആരെങ്കിലും ചോദിക്കും ഒരു പാട്ട് പാടാൻ നോക്കും, കൺഫ്യൂഷൻ ആവും. അപ്പൊ അവര് വിചാരിക്കും എന്ത് ചോടണം, എന്തോരം പാട്ടറിയാം, കൊറേ പാട്ട് തരുന്നില്ലല്ലോ. പക്ഷെ നമ്മക്ക് പാട്ട് കിട്ടൂല പാടാൻ. പെട്ടെന്ന് കൺഫ്യൂഷൻ ആയി പോകും. കൊറേ പാട്ടറിയാം പക്ഷെ പാട്ട് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടൂല. അങ്ങനെയായി ഫസ്റ്റ് തന്നെ പാടണം ഇതിനെ ആരാധിക്കാണ് പാടാറ്. പിന്നെ ചോദിച്ചാ പെടും. എന്നാലും പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാനുള്ള ഒരു പാട്ട് ഏതായിരിക്കും? അങ്ങനെ അതും കൺഫ്യൂഷൻ ആണ്. ആരാധിക തന്നെ. ആരാധികയില്ല, കൊറേ പാട്ടുകളുണ്ട് അങ്ങനത്തെ ഒക്കെ. ആ ഒരു ടൈപ്പിലുള്ള പാട്ടുകൾ. മെലഡിയാണ് കൂടുതൽ ഞാൻ പാടാറ്. ഫാസ്റ്റ് നമ്പർ അധികം പാടാറില്ല. മെലഡിയാണ് കൂടുതൽ ഇഷ്ടം. ഹിന്ദി എല്ലാതും, തമിഴും പാടാറുണ്ട്. ഫാൻസ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഏത് പാട്ട് പാടിത്തരാനും? പുതിയ വല്ല സോങ്സ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യോ, ഈ പാട്ടൊന്ന് പാടി നോക്ക്? അങ്ങനെ സജഷൻ വരാറുണ്ട്. എന്നിട്ട് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ടോ? ഞാൻ ഏതോ 2 ട്രൈ ചെയ്തിട്ടുള്ളൂ. അങ്ങോട്ട് മറക്കും, അത് കാണും, പിന്നെ ആ പാട്ട് നോക്കാം. പിന്നെ ആ ട്രെൻഡ് ആയിരിക്കും, അപ്പൊ അത് അങ്ങോട്ട് ഇടും. അങ്ങനെ ഇട്ട് പോകുമ്പോ ട്രെൻഡിലുള്ള പാട്ടിലിട്ട് പോകുമ്പോൾ റീച്ച് അത്യാവശ്യം കയറും. അപ്പൊ അങ്ങനെ ഇടാറുണ്ട് റീല്. ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ആരാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സിംഗർ? അത് ഹനാൻഷയാണ്. അതെന്താ, എന്തുകൊണ്ടാ പുള്ളിയുടെ? പണ്ടേ എനിക്ക് ഹനാൻഷയുടെ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പാട്ട് ഇത്താക്കും ഭയങ്കര ഇഷ്ടം, ഞങ്ങളുടെ ഫാമിലി കുറെ പേർക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാനും കണ്ട് എനിക്കും ഭയങ്കര ഒരു പാട്ട് പാടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നത്. അങ്ങനെ ഹനാൻ ഖാനെ ഒരു പ്രാവശ്യം കാണാൻ പറ്റി. ഗുരുവായൂർ ഒരു പരിപാടിക്ക് ഹനാൻ ഖാൻ വന്നപ്പോൾ അങ്ങനെ കാണാൻ പറ്റി. എന്നിട്ട് വീട്ടിലേക്ക് ഒരു ദിവസം വരാൻ പറഞ്ഞ് അങ്ങനെ ആ വഴി പോയപ്പോൾ വീട്ടിൽ കയറി. അങ്ങനെ നല്ല പാവമാണ് ഹനാൻ ഖാൻ. നല്ലൊരു അവരുടെ ഫാമിലി മൊത്തം നല്ലൊരു ഒരു ജാട അങ്ങനത്തെ ഒരു സംഭവം ഇല്ല അവർക്ക്. നല്ലൊരു പാവ ഫാമിലിയാണ്. ഇനിയിപ്പോൾ എന്താ ഒരു ഡ്രീം, എന്താ ഏറ്റവും വലിയ ഡ്രീം എന്താന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഒരു വലിയൊരു സിംഗറാവണം ആഗ്രഹമുണ്ട്. വലിയൊരു സിംഗർ ആവണം, അതെന്തായാലും നടക്കും. നല്ല അടിപൊളി സൗണ്ടാണ്. ആ സൗണ്ടിന്റെ കാര്യം തന്നെ കുറെ പേര് പറയാറില്ലേ, സൗണ്ട് കൊള്ളാം, സൗണ്ട് കൊള്ളാം. ടീച്ചേഴ്സ് ഒക്കെ എന്താ പറയുന്നേ? ആ വൈറലായ ടൈമില് ടീച്ചേഴ്സിന്റെ റെസ്പോൺസും കാര്യങ്ങളും? 7ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് ടീച്ചർ മൗറിൻ ടീച്ചർ, മഞ്ജു ടീച്ചർ, അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാവരും ഒരു എതിർപ്പും അങ്ങനെ വേറെ ഇതൊന്നും നിന്നിട്ടില്ല. നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവരും. ഇപ്പം ഞാൻ പ്രോഗ്രാമിനിടയിൽ പോവാറുണ്ട്, അപ്പം അതിനൊന്നും ലീവ് കൊടുക്കുന്ന പ്രശ്നമില്ല. കുഴപ്പമില്ല, നല്ല സപ്പോർട്ടായിരുന്നു. എന്തായാലും ആ സ്കൂളിലും അതെ നല്ലൊരു രസമായിരുന്നു ആ ഒരു ടൈം. അപ്പോഴത്തെ ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ടോ കൂടെ? ഇല്ല, ഞാൻ വേറെ സ്കൂൾ മാറി. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്കൂളുണ്ട്, അവിടെ എനിക്ക് മാറാൻ പറ്റിയില്ല. അങ്ങനെ ആ സ്കൂളിലേക്ക് മാറിയപ്പോൾ അവരൊക്കെ കണ്ടുപോയി. അധികം ഫ്രണ്ട്സ് ഇല്ല. കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? ഉണ്ട്. ആ ഒരു വൈറലായ ടൈമിൽ അവരൊക്കെ എന്താ പറഞ്ഞത്? ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ ടൈം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കുഞ്ഞാണല്ലോ. അപ്പൊ വൈറലാവുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അവർക്കും ഭയങ്കര സന്തോഷമൊക്കെ തന്നെയായിരുന്നു. എല്ലാവരും അത്രയും വ്യൂസ് ഒക്കെ അടിച്ചിട്ട് വൈറലായിട്ടൊക്കെ ആയിരുന്നില്ലേ. അത് കണ്ടിട്ട് വേറെ ആരെങ്കിലും പാട്ടിലോട്ട് ഇറങ്ങി തിരിച്ചവരുണ്ടോ? എനിക്കറിയില്ല. അറിയില്ല. ക്ലാസ്സിൽ നീ മാത്രമാണോ പാട്ട് പാടുന്ന പയ്യനുണ്ടായിരുന്നുള്ളൂ? വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ഉണ്ടായിരുന്നു. പെൺകുട്ടികളായാലും ഉണ്ടായി, മാത്രല്ല ആൺകുട്ടികൾ. ഞങ്ങൾ ഗ്രൂപ്പ് സോങ് ഒക്കെ ഉണ്ടായി. അങ്ങനെ 7ാം ക്ലാസ് വെച്ച് കലോത്സവത്തിനൊക്കെ പോയിട്ടുണ്ട് ഗ്രൂപ്പ് സോങ് ഒക്കെ ആയിട്ട്. ഏതോ ഒരു കവിത പാടിയിട്ട് പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ട്, അത് ഓർമ്മയുണ്ടോ? കുറച്ച് ഓർമ്മയുണ്ട്. 7ാം ക്ലാസ്സിൽ പാടിയതാ, അത് കാരണം മറന്നുപോയോ? അല്ല, കുറച്ച് ഓർമ്മയുണ്ട്. പാടണം. പാടിയോ, കുഴപ്പമില്ല. നിന്നെ കൊണ്ട് മൊത്തം പാട്ടാണ്. കുരുക്ഷേത്രമുണരുന്നു വീണ്ടും, കബന്ധങ്ങൾ ഉറ്റവർക്കായി കിടക്കുന്നു. കുന്നും ചത്തുമീ അഭിനവ ക്ഷത്രിയർ, കൊല്ലാതെ കൊല്ലുന്നു ബന്ധങ്ങളെ, ഇന്ന് കൊല്ലാതെ കൊല്ലുന്നു ബന്ധങ്ങളെ. ചാകാൻ പിറന്നൊരീ ചേകവക്കൂട്ടങ്ങൾ ചോരയിൽ മുങ്ങി പരസ്പരം വീഴുന്നു. ചാരിതാർത്ഥ്യം കൊണ്ട് നേതാവ് കരയുന്നു, ചാരിത്രമോതുന്ന ഗണികയെപ്പോ. കള്ളംകൊള്ള. അതിനുശേഷം ഇപ്പോൾ ഹൈസ്കൂൾ സെക്ഷനായിട്ട് കവിതയൊന്നും
ട്രൈ ചെയ്തില്ലേ? കവിത ഹൈസ്കൂളിൽ ഇല്ല എന്ന് തോന്നുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ആണോ? അങ്ങനെ ചോദിച്ചപ്പോ കണ്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് കാരണം ആ സൈഡിലോട്ട് നോക്കി. പിന്നെ എൻ്റെ ഇപ്പൊ ഈ ഒരു ടൈം എൻ്റെ സൗണ്ട് ചേഞ്ചിങ്ങിന്റെ ടൈമാണ്. അപ്പൊ സൗണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു 6 മാസം മുന്നുള്ള സൗണ്ട് അല്ല ഇപ്പൊ, അങ്ങനെ പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറെ സെലിബ്രിറ്റീസും കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒക്കെ ഫീഡ്ബാക്ക് എടുക്കാറുണ്ടോ? വല്ല സജഷനും തരാറുണ്ടോ ആരെങ്കിലും ഒക്കെ പേഴ്സണലായി വിളിച്ചിട്ട്? ഡാബ്സി വോയിസ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സ്റ്റുഡിയോ കവർ അധികം ചെയ്യാറില്ല, റെക്കോർഡ് വേർഷൻസ് ചെയ്യാറില്ല. ഞാൻ ലൈവായിട്ട് ഇരുന്നിട്ട് ഒരു സ്പീക്കർ എടുത്ത് വെച്ച് പാട്ട് വെച്ചിട്ട് ലൈവായിട്ട് പാടണം ഓൺ വോയിസ്. അപ്പോൾ ഇത് റീല് കണ്ടിട്ട് ഡാബ്സി സ്റ്റോറി ഇട്ടിരുന്നു. അങ്ങനെ വോയിസ് അയച്ച്, ഇപ്പം നീ ചെയ്യുന്ന കറക്റ്റായിട്ടാണ് നീ ചെയ്യുന്നത്, റെക്കോർഡ് വേർഷൻസ് ഇടക്കിറക്കണം, എന്നാലും ഇത് കറക്റ്റായിട്ടാണ് ഇപ്പോൾ പോണത്. അപ്പം ഇനി സ്വന്തമായിട്ടുള്ള പാട്ടുകൾ ഉണ്ടാക്കാൻ എന്നോട് സജസ്റ്റ് ചെയ്ത്. പിന്നെ നല്ല സപ്പോർട്ട്, അപ്പം തന്നെ ഒരു ഇൻഫ്ലുവൻസ് ആവും. അങ്ങനത്തെ ഒരു സംസാരമായിരുന്നു. ഇനി സ്വന്തമായിട്ട് എപ്പോഴും എഴുതി തുടങ്ങുന്നേ പാട്ടൊക്കെ? എഴുതുന്നില്ലേ? അറിയില്ല. ട്രൈ ചെയ്യ്, എന്തായാലും സക്സസ് ആവും. വേറെ ആരാ അഡ്വൈസ് തന്നിട്ടുള്ളേ? വേറെ പിന്നെ ഹനാൻക്ക് തന്നെ. ഹനാൻക്കാട് ഒരു ക്യാമ്പിന് പോയിരുന്നേ. ആ ടൈമിൽ ഹനാൻക്ക് സ്റ്റേജ് ചെയ്യുന്ന എന്നെ കുറിച്ച് പറയും. അപ്പോൾ അങ്ങനെ ഒരു റെഡ് ക്യാപ്പ് വെച്ചിട്ട് ഒരു കുട്ടി പാടുന്നുണ്ട് കല്യാണത്തിന്, അപ്പോൾ നല്ല സൗണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നല്ല രീതിയിൽ ഉയരങ്ങളിൽ എത്തട്ടെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, എല്ലാവരും കുറേ പോസിറ്റീവ് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് കാണാൻ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും നെഗറ്റീവ് കണ്ടുപിടിച്ച് വരുന്നു. അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് മെസ്സേജോ നെഗറ്റീവ് കമന്റോ വന്നിട്ടുണ്ടോ? ഇല്ല. അത് പിന്നെ വേറെ ഫേക്ക് അക്കൗണ്ടാ, അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഫേക്ക് അക്കൗണ്ട് വന്നിട്ട് കമന്റ് പറയുന്നുണ്ടോ? പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതൊന്നും ശ്രദ്ധിക്കണ്ട, അവരൊന്നും മൈൻഡ് ആക്കണ്ട. ഈ ആദ്യമായിട്ട് കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇരുന്നല്ലോ ലൈവ് പെർഫോമൻസ് ചെയ്തത് സ്റ്റേജിൽ, അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ചെറിയ പ്രായത്തില്? ഞാനൊരു 8ാവുമ്പോഴാണ് ശരിക്കും പ്രോഗ്രാംസിലേക്ക് ഇറങ്ങിയത്, കോളേജ് പ്രോഗ്രാംസ് അത് അങ്ങനെയായിട്ട്. പക്ഷേ കോളേജ് പ്രോഗ്രാംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോളേജ് പ്രോഗ്രാംസ് ഭയങ്കര സപ്പോർട്ടായിരിക്കും അവർ കരുതി കൂട്ടി അവർ മനഃപൂർവ്വം നമുക്ക് സപ്പോർട്ട് തരും. എല്ലാവരും കൂടി ഭയങ്കര സന്തോഷമാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒച്ചെടുക്കും, അപ്പം തന്നെ നമുക്ക് പാടാൻ ഇൻട്രസ്റ്റ്, പിന്നെ ഒരു പേടി ഉണ്ടാവില്ല. ഒരു സപ്പോർട്ട് കിട്ടിയാൽ പിന്നെ നമുക്കൊരു പേടി ഉണ്ടാവില്ല. ഇങ്ങനെ പാടി കുറേ പാടി അങ്ങനെ കുറേ പ്രോഗ്രാംസിന് പോയി, ഇനാഗുറേഷൻ ഗസ്റ്റായിട്ട് പോയി. അങ്ങനെ എല്ലായിടത്തുനിന്നും നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? കോഴിക്കോട് ഒരു കോളേജ് പ്രോഗ്രാം ഉണ്ടായി, അവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോവുകയാണെന്ന് വെച്ചാൽ, കോഴിക്കോട് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ ഈ കോളേജിലത്തെ ആൾക്കാർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ വാപ്പാണ് പ്രോഗ്രാംസ് ഡിലേ ചെയ്യുന്നത്. പറഞ്ഞു ആ ടൈമിൽ വേറെ പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ച്, നിങ്ങൾ എപ്പോഴും ഇങ്ങോട്ട് എത്താന്ന് വെച്ച്. അങ്ങനെ എനിക്കന്ന് കലോത്സവമായിരുന്നു, ജില്ല, കഴിഞ്ഞ വർഷം 9ൽ പഠിക്കുമ്പോൾ. അപ്പോൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അപ്പോൾ അവർ വിളിച്ചു വെച്ച്, നിങ്ങൾ എപ്പോൾ എത്തും? അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ എത്തും. അപ്പോൾ നിങ്ങൾക്ക് എന്നാൽ ഒരു അരമണിക്കൂർ അവിടെ നിന്ന് പെർഫോം ചെയ്തിട്ട് പോകാൻ പറ്റുമോ? അവർ കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞു. അങ്ങനെ പോയി. അവിടെ എത്തിയപ്പോൾ സാധാരണ കോളേജ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഉച്ചയും വേളവും അങ്ങനെ ഒരു രസമായിരിക്കും. കയറിയപ്പോൾ ഒരു രക്ഷയില്ല, ഒരാളും മൈൻഡ് ഇല്ല. എനിക്കാകെ ടെൻഷനായി. നമുക്ക് സപ്പോർട്ടില്ലെങ്കിൽ ആകെ എന്തോരാവില്ലേ. അങ്ങനെ കയറി ഫ്രണ്ടിൽ ചെന്ന് സ്റ്റേജിനോടൊക്കെ എത്തിയില്ല, സ്റ്റേജ് ഫ്രണ്ടിൽ ഇങ്ങനെ ഇതാണ്. അപ്പം എന്നെ ഇവിടെ കസാരയെ കൊണ്ടിരുത്തി. അപ്പോഴും ഒച്ചയൊന്നുമില്ല. ഇല്ല അവിടെ കൂട്ടും കൂടി എല്ലാവരും സംസാരിച്ചൊക്കെ ഉണ്ട്. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ വാപ്പ സൈഡിലുണ്ടാവും. ഞാൻ പറഞ്ഞു, വാപ്പാ ശരിയാവില്ല കേട്ടോ, ഇത് 2 പാട്ടങ്ങനെ പാടി പോവാ, ഇത് ആകെ എന്തോ പോലെയാണ്, ഒരു സപ്പോർട്ടും ഇല്ല, എന്തോ പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അരമണിക്കൂറാണല്ലോ പറഞ്ഞേക്കണേ. അപ്പോൾ അങ്ങനെ ഒരു ആങ്കർ വന്ന് അങ്ങനെ എന്നെ വിളിച്ച് അപ്പം ഒച്ചമോളം തുടങ്ങി. എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് പറഞ്ഞത് അവിടുത്തെ ഈ പരിപാടി ഇൻവൈറ്റ് ചെയ്ത ആളും 2-3 പേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്നെ വിളിക്കുന്നത്.
വേറെ എല്ലാവരും സർപ്രൈസ് ആയിട്ട് അങ്ങനെ വിളിച്ചാണ്. അത് കഴിഞ്ഞ് സ്റ്റേജിൽ കയറി എൻ്റെ ഇത്തയുണ്ടായി. ഇത്ത ആദ്യമായിട്ട് എൻ്റെ പ്രോഗ്രാം കാണാൻ വന്നതാണ്. അങ്ങനെ എല്ലാവരും മറ്റേ കസാരയിൽ ഇരുന്നിരുന്നു, ഇങ്ങനെ തുറക്കണ കസാരയിൽ അങ്ങനെ ഇരുന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും ഒന്ന് കസാരയിൽ നിന്നിട്ട് ഫ്രണ്ടിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും വന്ന് ഞാൻ പാടുമ്പോൾ എൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കണ്ടായില്ല, അത്ര വെച്ചായിരുന്നു. അവിടെ ഒരു ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ ആ ദിവസം ഫുൾ. അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടി അങ്ങനെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇഷ്ടപ്പെട്ട പ്രോഗ്രാം അതായിരുന്നു. ഓഡിയൻസിന്റെ എനർജി പെർഫോമൻസിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ടല്ലേ. അവര് ഡള്ളായിട്ട് ഇരുന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് പോകും, പിന്നെ പേടിയാവും. അതെ, ചെറിയൊരു പേടി വരും. അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, സപ്പോർട്ട് ഉണ്ടെങ്കിൽ. അത് ശരിയാണ്. എന്നിട്ട് ഇപ്പൊ എന്താ പറയുന്നത്? ഇത്തക്ക് ഭയങ്കര സന്തോഷമായി കാണുമല്ലോ, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിന്നല്ലേ. ആ ടൈമില് ഇത്താക്ക് വേറെ പണിയൊന്നും ഉണ്ടായില്ല. കോളേജിൽ പോകും രാത്രി, പിന്നെ വൈകുന്നേരം വരും, ഫ്രീ ടൈം കിട്ടുമ്പോൾ അങ്ങനെ പഠിപ്പിച്ചു തരും. പിന്നെ തിരുനെല്വേലി പഠിക്കാൻ പോയി തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അധികം അങ്ങനെ പാട്ട് പഠിപ്പിച്ച് അങ്ങനെ ഇടാം, അങ്ങനെ സംഭവം ഉണ്ടായില്ല. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ടിരുന്നു, ഇക്ക എടുത്തരും. ഇപ്പം നിലവിൽ ഇക്കാണ് ഇപ്പം വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്, പാട്ട് പഠിക്കാൻ പറയുന്നത് ഇക്കാണ്. ഓ, ഇന്നലെ ഇപ്പോൾ ഒരു പാട്ട് ഷൂട്ട് ചെയ്തിരുന്നു, അത് ശരിയായില്ല. അങ്ങനെ പിന്നെ ഇന്ന് എടുക്കണം. അങ്ങനെ ഓരോരോ പാട്ടുകൾ ഓരോ ദിവസം നോക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒരു റീൽ ഇട്ടായിരുന്നല്ലോ എടുക്കുന്നതിന്റെ വീഡിയോ. ഇത്രയും കഷ്ടപ്പാടുണ്ട് എന്ന് ഓഡിയൻസിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സൗണ്ട് പോകുന്നുണ്ട് എന്തൊക്കെയോ ഇടയ്ക്ക് വന്നായിരുന്നു. ഇടയ്ക്ക് ഭ്രാന്താവുന്നുണ്ടോ? അമ്മ ഇങ്ങനെ പാടി തുടങ്ങുമ്പോ ചിലപ്പോ അവിടെ നിന്ന് ഇവിടുന്നുള്ള സൗണ്ട്, പിന്നെ തൊണ്ട ഇങ്ങനെ ഇടറും. ഫസ്റ്റ് നോട്ടിഫിക്കേഷന് നെറ്റ് ഓൺ ആക്കിയിടാൻ മറക്കും, അല്ല എയറോപ്ലെയിൻ മോഡ് ഓൺ ആക്കിയിടാൻ മറക്കും. അങ്ങനെ ഡെയിലി മെസ്സേജ് ഒക്കെ വരും, ശരിയായി വരായിരിക്കും. അപ്പൊ പാടി ശരിയായിരിക്കും. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ പ്രാന്ത് പിടിക്കില്ലേ? ആ മെസ്സേജ് അയച്ചവന് മനസ്സിൽ പ്രാകുന്നുണ്ടോ എന്തുവാടാന്ന്? എവിടെയെങ്കിലൊക്കെ മെസ്സേജ് വരുമല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് വരും. അതെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഫാമിലിനെ കുറിച്ച് പറയാമോ? വീട്ടില് വാപ്പ, ഉമ്മ, ഇത്ത മാരീഡാണ്. ഇത്ത മോനുണ്ട്. പിന്നെ അങ്ങനെ ഇതാണ് ഫാമിലി. ഓക്കെ. ഇനി അപ്പോ ഫ്യൂച്ചറിലില്ലേ മോൻ പാടിയ ഒരു പാട്ട് ഭയങ്കര ഹിറ്റായിട്ട് അതിൽ ആരൊക്കെ ആക്ട് ചെയ്ത് കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്? അതായത് മലയാളത്തിൽ ഫേവറേറ്റ് ആക്ടർ ഒക്കെ ആരാ? മമ്മൂക്ക. പുള്ളി. ദുൽഖർ, ടോവിനോ, അവരൊക്കെ ഇഷ്ടം. ഇതിലാരെങ്കിലും ഒക്കെ ആക്ട് ചെയ്ത് കണ്ടാൽ മതി. അതൊക്കെ അങ്ങനെ വല്ല ടാർഗറ്റോ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്? ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഇത് ചെയ്യണം? വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ കുറച്ചു കാലം കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചെയ്യണം? പറഞ്ഞിട്ടില്ല. ഫാൻസിന്റെ റെസ്പോൺസ് എങ്ങനെ? കുറെ ഗേൾ ഫാൻസ് ഉണ്ടാവുമല്ലോ. കോളേജിലൊക്കെ പോയാൽ അങ്ങനെ തന്നെ ഫുള്ള് ഫ്രണ്ടിൽ അവരെ ഉണ്ടാവുക. മെസ്സേജ് അയക്കാറുണ്ടോ? ക്ലാസ്സിലെ പിള്ളേരോ അതല്ല ഫാൻസ് ആയിട്ടുള്ള പിള്ളേര് മെസ്സേജ് അയക്കാറുണ്ടോ? എന്റെ മെയിൻ അക്കൗണ്ടിൽ റിപ്ലൈ കൊടുക്കാറുണ്ടോ? ഇല്ല, ചില ടൈം കിട്ടുമ്പോ റിപ്ലൈ കൊടുക്കും. ആരെ സോഷ്യൽ മീഡിയ ആരെ മാനേജ് ചെയ്യുന്നത്? അത് വാപ്പയും ഇക്കയും അവരൊക്കെ ആയിട്ട് അവരെ ഫോണിലൊക്കെ ഉണ്ട് അക്കൗണ്ട്. എല്ലാവരുടെ ഫോണിൽ അക്കൗണ്ട് ഉണ്ട്. ഞാൻ സ്കൂളിൽ പോവില്ല, പിന്നെ എപ്പോഴും അങ്ങനെ ഫോൺ അധികം അങ്ങനെ എടുക്കാറില്ല. അത് കാരണം അവർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ഈ ഫ്രണ്ട്സ് ഒക്കെ വന്ന് സംസാരിക്കുമ്പോഴേ ചിലവർ വിചാരിക്കും നീ ഭയങ്കര ജാടയാണ് മിണ്ടത്തില്ല എന്നൊക്കെ. അങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ? അറിയില്ല, ആരോ പറഞ്ഞിട്ട്. സംഭവം ഞാൻ ഇൻട്രോവേർട്ടാണ്. അന്നാ അങ്ങനെ ഇൻട്രോവേർട്ടല്ല. ഇതിക്കാണ് ഞാനിപ്പോ ഇതിക്ക് പാർട്ടി കടന്ന പിന്നെ അധികം അങ്ങനെ ഇൻട്രോവേർട്ടല്ല. ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. ഭയങ്കര എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു സംസാരിക്കാൻ മടിയായിരുന്നു. സംസാരിക്കാൻ എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. ഇങ്ങനെ ഇതിക്ക് വന്ന് ഇപ്പൊ തന്നെ സംസാരിക്കുന്ന ഞാൻ ഇത്ര ആളത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയാൽ ഫുള്ള് ഫ്ലോപ്പ് ആവും. സ്റ്റേജിലൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഫുള്ള് ഇങ്ങനെ അങ്ങനെ പേടിച്ചിട്ട് എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇപ്പൊ ഇങ്ങനെ വാക്കൊക്കെ മാറിപ്പോവും. ഇപ്പൊ മറ്റേ അതീ പറഞ്ഞ പോലെ ലിറിക്സിനെ റിലിക്സ് അതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ മാറിപ്പോവും. അതല്ല ശരിക്കും പേടിയൊക്കെ മാറിയത് എപ്പോഴാ? ആദ്യമായിട്ട് ഒരു പ്രോഗ്രാമിൽ കയറി കഴിഞ്ഞ് വല്ലതും സംസാരിക്കാൻ പറഞ്ഞപ്പോ നല്ല പേടിയായിരുന്നു, ടെൻഷൻ ആയിരുന്നു? അത് ഭയങ്കര പേടിയായിരുന്നു. എന്തോ ഒക്കെ പറഞ്ഞു. ഞാൻ എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ
ഞാൻ കുറച്ചും കൂടെ പറഞ്ഞിട്ട് പറയും അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം പാട്ട് പാട്ട് പാടാൻ പേടിയില്ല, സംസാരിക്കാൻ മാത്രമേ പേടിയുള്ളൂ. അങ്ങനെ ഓരോ പരിപാടിക്ക് പോയി സംസാരിച്ച് പിന്നെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ സംസാരിച്ച് ഇപ്പൊ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്, കുഴപ്പമില്ല. വീട്ടുകാർ പറഞ്ഞു തരാറുണ്ടോ ഇങ്ങനെ സംസാരിക്കണം അങ്ങനെ പറയണം എന്നൊക്കെ? ആ ടൈമിൽ പറഞ്ഞു തന്നിരുന്നു, ഇങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ പറയണം, അങ്ങനെ അലമ്പാക്കരുത്, തെറ്റിരിക്കരുത്, അങ്ങനെയൊക്കെ. ഈ പുതിയ പിള്ളേർക്ക് എന്ത് അഡ്വൈസാ കൊടുക്കാനുള്ളത്? അങ്ങനെ മോൻ എന്ത് അഡ്വൈസാ പുതിയതായിട്ട് ഇങ്ങനെ പാടാൻ ശ്രമിക്കുന്ന കുറെ പിള്ളേരുണ്ടാവില്ലേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ, അവർക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞാൽ എന്താ കൊടുക്കുക? കുറെ പേര് ഇപ്പൊ വൈറലാവും ഓർത്തിട്ട് പകുതി കഴിച്ചിട്ട് ഇട്ടിട്ട് പോവൊക്കെ ചെയ്യില്ലേ? ഈ റീൽ ഇട്ടോണ്ടിരിക്കണം, പാട്ട് എപ്പോഴും ഇട്ടോണ്ടിരിക്കണം കൺസിസ്റ്റൻസി ആയിട്ട്. അപ്പോ ദൈവം ഒരു വഴി കാണും, നമുക്ക് എന്തായാലും വൈറലാവും ഉറപ്പാണ്. ഇൻസ്റ്റയിൽ വന്ന ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ വൈറലാവില്ലല്ലോ. മഴവിൽ മനോരമയിലും അമൃതയിലും ഒക്കെ കുറെ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നില്ലേ? അതൊക്കെ എങ്ങനെ വന്ന പ്രോഗ്രാം ആയിരുന്നു? അത് അവരിങ്ങനെ ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ പോയി. അപ്പൊ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഫസ്റ്റത്തെ എൻ്റെ TV ഷോ ആയിട്ട് വന്നത് കോമഡി മാസ്റ്റേഴ്സ് ആണ്. കോമഡി മാസ്റ്റേഴ്സ് ഷാജോൺ ചേട്ടൻ നല്ല എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കമന്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്നല്ലേ ചോദിച്ചേ? അങ്ങനെ അതെനിക്ക് അത്യാവശ്യം പേടിയുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, അങ്ങനെ പാടി തുടങ്ങിയ പിന്നെ കുഴപ്പമുണ്ടാവില്ല. അവരാരും നീ പാട്ട് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല, അത്രയും നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയത് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടാണ്. മറ്റേ മഴവിൽ മനോരമയിലും അങ്ങനെ തന്നെ ആയിരുന്നു. പങ്കെടുക്കാൻ താല്പര്യം. മഴവിൽ മനോരമയിൽ പിന്നെ ARM ഒരു പാട്ട് പാടിയിരുന്നില്ലേ? അതും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഓർമ്മയുണ്ടോ? ഇപ്പൊ പാടാം. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ, ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ, താരക്കൊടുത്തുള്ളോരാ ചേലുക്കും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് വാനിൻ ചോടിൽ ഉറങ്ങ് പൊന്നേ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര്. അടിപൊളി. ഇപ്പൊ ഇറങ്ങിയ പുതിയ സിനിമാസ് ഒക്കെ കണ്ടോ? ഏതാ ഇഷ്ടപ്പെട്ടെ? കൂലിസ്റ്റേ. പിന്നെ അതിനുശേഷം എനിക്ക് ഹൊറർ മൂവീസ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ കോഞ്ചറിങ് തിയേറ്ററിൽ വന്നിരുന്നല്ലോ, അപ്പം അങ്ങനെ കാണാൻ പോയി. അപ്പോൾ ഫുള്ള് കണ്ടു തീർത്ത് വെച്ചാൽ അതിന് മുന്നത്തെ കോഞ്ചറിങ് 1 അതൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. 2 എല്ലാം കണ്ട്. പുതിയ ഇപ്പൊ ട്രെൻഡിങ് ആയ പാട്ടില് ഏത് പാടാനാണ് ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നത്? ഇപ്പൊ കൊറേ സിനിമാസ് ഇറങ്ങി, അതിൽ കുറെ പാട്ട് ഇറങ്ങി. മിന്നൽ വള ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഊരും ബ്ലഡ് അത് പാട്ട്. അപ്പൊ 2 സോങ് റീലിട്ടിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് ആ ഒരു റേഞ്ച് പിടിച്ച് പിന്നെ പാടാൻ നോക്കാറുണ്ടോ? എങ്ങനെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ആ ഒരു മൂവി, അല്ലെങ്കിൽ ഇപ്പൊ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു മൂവി, അതിലെ പാട്ട് സെലക്ട് ചെയ്യാറുണ്ടോ? ട്രെൻഡിങ്ങിലുള്ള പാട്ടുകളാണ് കൂടുതൽ റീലിടാറ്. നമുക്ക് അപ്പൊ അതിന് അത്യാവശ്യം നല്ല പോസിറ്റീവ് റെസ്പോൺസും കിട്ടുന്നുണ്ട്. ഇല്ലുമിനാറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു അത്യാവശ്യം കുറെ മില്യൺ അടിച്ചിട്ട് അക്കൗണ്ടിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് എടുക്കുന്നത് 17 മില്യൺ 11 മില്യൺ. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു രക്ഷയില്ല, നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. കൂടെ പാടുന്ന അത് എന്റെ കസിനാണ്. അവനും പാടും. അവൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ പാട്ടിട്ട് ഇട്ടോണ്ടിരിക്കുന്നുണ്ട്. എന്ത് ചെയ്യാ പുള്ളി? ഇപ്പൊ 9th. ഓ, എല്ലാ കുഞ്ഞുങ്ങളൊക്കെ മിടുക്കന്മാരായിട്ട് പാടുന്നുണ്ടല്ലോ. ആ പാട്ട് പാടാവോ? അതൊരു രക്ഷയില്ലായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
അതൊരു വേറെ വൈബും കൂടി. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകൻ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ട് നില്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും சொல் ഇവനെ തൊഴുവാനാ എന്നും ജനത്തിരക്ക് കാലൊന്നെടുത്ത് വെച്ചാൽ സ്വർഗം പോലും അണ്ടർ വേൾഡ് ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി. അടിപൊളിയായിട്ടുണ്ട്. ഇത് ഇത്രയും മില്യൺ എത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? അവന്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു ഇത് ഇത്രയും വൈറലായി പോയപ്പോ? അവനക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അവൻ എന്നിട്ട് അതിനുശേഷം ഒറ്റക്ക് പാട്ടുകൾ എടുക്കാൻ തുടങ്ങി. അവനാണ് അധികം ഇട്ടിരുന്നില്ല, പാടും, പക്ഷെ അവനക്ക് ഒരു നാണക്കേടും ഇതൊക്കെ പോലെയായിരുന്നു. അങ്ങനെ ഒറ്റക്ക് പാട്ടിടാൻ തുടങ്ങി. അങ്ങനെ റീച്ച് കയറി കയറി വന്ന് മോട്ടിവേറ്റ് ചെയ്യായിരുന്നില്ലേ? ചെയ്യുന്നുണ്ടോ? കുഴപ്പമില്ല. ഞങ്ങൾ എൻ്റെ കസിൻസിൽ എൻ്റെ ഉമ്മയുടെ ഫാമിലിയിൽ ഏറ്റവും നല്ലോണം കമ്പനി ഉള്ളത് ആ കസിനായിട്ടാണ്. ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു വൈറലായ ടൈമിൽ? ഇത് ഓൾറെഡി സപ്പോർട്ടാണെന്ന് പറഞ്ഞു. ഉപ്പ എല്ലാവരും എന്ത് പറഞ്ഞു? സപ്പോർട്ട് തന്നെ, ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല, ഇതായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ പറഞ്ഞു. എന്നാലും വീഡിയോ കുറെ സ്ഥലത്തുനിന്ന് വീഡിയോ കാണുമ്പോൾ അവര് കാണിച്ചു തന്നായിരുന്നു വന്നിട്ട് എല്ലാവരും കാണുന്നുണ്ട്, കസിൻസ് ഒക്കെ അറിഞ്ഞു മൊത്തത്തിൽ? അതോ ആ കല്യാണ ഫംഗ്ഷൻ ഫാമിലി ഫംഗ്ഷൻ ആയിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, അവിടെയാണോ പാടിയത്? അതോ അല്ല, വീടിന്റെ ബാക്കിലുള്ള ഒരു ഇക്കാട കല്യാണമായിരുന്നു, ഫാമിലി അധികം ഉണ്ടായില്ല. ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത ഒരു ചേട്ടനില്ലേ, ആ ചേട്ടനെ പിന്നെ കണ്ടിട്ടുണ്ടോ? അടുത്ത് തന്നെയാണോ? കാണാറുണ്ട്. അവിടെ ആ വീടിന്റെ ആ കല്യാണം കഴിഞ്ഞ ഇക്കാട കസിനെ കണ്ടായിരുന്നു. അപ്പൊ അയക്കാനായിട്ട് അധികം കമ്പനി ഉണ്ടായില്ല, അങ്ങനെ കല്യാണത്തിന് വന്ന് കമ്പനിയാണ്. ആഷിക്കാന്ന് പറഞ്ഞിട്ട് വേറൊരു ഇക്കാണ് എടുത്തത്. ആ ഇക്ക വീഡിയോ എടുത്തിട്ട് ഈ സാധു എന്ന് പറഞ്ഞ ഇക്കുണ്ട് ഇവരെ ഫാമിലിയുള്ള അയക്ക അയച്ചു കൊടുത്ത് അയക്കാണ് റീലിട്ടത്. അങ്ങനെ അയക്കാടെ പേജിൽ വൈറലായി. അങ്ങനെയാണ് ഞങ്ങളെ പേജിലേക്ക് അത് റീഷെയർ ചെയ്തത്. അങ്ങനെയാണ് തുടങ്ങും സ്റ്റാർട്ടിങ്. അതാണ് സംഭവം. അടിപൊളിയായിട്ട് വൈറലായി എന്ന് മനസ്സിലായത് എപ്പോഴാണ്? മെസ്സേജും കാര്യങ്ങളും വരാൻ തുടങ്ങിയപ്പോഴാണ്. അന്ന് ഒരു 100K കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സംഭവമുള്ള. ഞങ്ങൾക്ക് ആകെ അന്ന് ടോപ്പ് കയറിയേക്കണത് 5000 വ്യൂസ് അങ്ങാണ്ടായിരുന്നു അതിന് മുന്നേ. ഇതിപ്പോ 100K കിടന്നപ്പോ ഞങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ ഇത് പറഞ്ഞ പോലെ ഓരോ ദിവസം ഇങ്ങനെ റിഫ്രഷ് ചെയ്യും. ഇത്രയും കയറി അങ്ങനെ നോക്കിയിരിക്കും. ഭയങ്കര രസമായിരുന്നു. ഇപ്പം മില്യൺ അടിക്കുന്ന ഒരു വിഷയമല്ല, സെറ്റ് ആയില്ലേ?